ഹലോ ഫ്രണ്ട്സ്, ഞാൻ സഹായിച്ചിരുന്നപ്പോൾ പുതുപുത്തവിടെയൊക്കെ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ 2025 ലാസ്റ്റ് വീഡിയോ ആണിത്. ലാസ്റ്റ് ലോങ് വീഡിയോ ആയിരിക്കും എല്ലാമാണ്. ഇന്ന് 31 ആണ്. നാളെ ന്യൂ ഇയർ 2026 ആവും. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ എന്താ ഡിസ്കസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ 2025 ഉണ്ടായിരുന്ന കുറച്ച് അച്ചീവ്മെൻറ്റ്, ഭയങ്കര അച്ചീവ്മെൻ്റ് ഒന്നുമല്ല, എന്നാലും ചെറിയ അച്ചീവ്മെൻറ്റുകൾ എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് പറയാമെന്ന് വെച്ചു. അപ്പോൾ ഫസ്റ്റത്തെ പറഞ്ഞാൽ എൻ്റെ ഡിഗ്രി കംപ്ലീറ്റ് ആയി. അതായത് വെറുതെ ഡിഗ്രി കംപ്ലീറ്റ് ആവില്ല, വിത്ത് റാങ്ക്, യൂണിവേഴ്സിറ്റി റാങ്ക് 3rd റാങ്ക് കിട്ടി. അപ്പോൾ അതൊരു അച്ചീവ്മെൻറ്റാണ്. ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തതൊരു അച്ചീവ്മെൻറ്റാണ്. പിന്നെ അതേപോലെ തന്നെ പിന്നെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള അച്ചീവ്മെൻറ്റ് യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഉണ്ടായിരുന്നൊരു ഗ്രോത്താണ്. ഭയങ്കരമായ ഗ്രോത്ത് ഒന്നുമല്ല, എന്നാലും അത്യാവശ്യം നല്ല ഗ്രോത്ത് ഉണ്ടായിരുന്നു. കാരണം ഞാൻ ഈ ഒരു വർഷം, അതായത് 2025 സ്റ്റാർട്ട് ചെയ്തപ്പോൾ 5200 സബ്സ്ക്രൈബർ ഉണ്ടായുള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് താഴെ നോക്കി കാണാം, ഒരു 18.6K അത്ര ആയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു കൊല്ലം കൊണ്ട് ഒരു 13,000 എത്ര അതിൻ്റെ ആ ഒരു അറൗണ്ട് അത്രയധികം സബ്സ്ക്രൈബർ കൂടി. അപ്പോൾ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു എനിക്ക് ഒരു കൊല്ലം ആദ്യമായിട്ടാണ് ഒരു കൊല്ലം കൊണ്ട് ഇത്രയും സബ്സ്ക്രൈബർ കൂടുന്നത്. അപ്പോൾ അത് കൂടാൻ കാരണം എന്ന് വെച്ചാൽ ഞാൻ അത്രയും വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അതായത് ഒരു ദിവസം ഒരു ഷോർട്ട്, ഒരു ലോങ്, അങ്ങനെ ഡെയിലി ഇട്ടുണ്ടായിരുന്നു. ചില ദിവസം 3 വീഡിയോ ഒക്കെ വെച്ച് അങ്ങനെ ഇട്ടുണ്ടായിരുന്നു. കൺസിസ്റ്റൻസി ഭയങ്കരമായിട്ട് കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും എന്താ പറയുക റീച്ച് കൂടിയത്. അതേപോലെ തന്നെ ഫോളോവേഴ്സ്, വാച്ച് ടൈമൊക്കെ കൂടിയത്. പിന്നെ യൂട്യൂബിൻ്റെ ഏണിങ്സ് കിട്ടി. യൂട്യൂബിൻ്റെ ഏണിങ്സ് 2025 തന്നെയാണോ ഫസ്റ്റ് എന്ന് എനിക്കറിയില്ല. എന്തായാലും ഈ കൊല്ലം ഏണിങ്സ് കിട്ടി. അപ്പോൾ എന്തായാലും വളരെ സന്തോഷമുള്ള സംഭവമാണ്. അപ്പോൾ ഈ കൊല്ലം തന്നെയാണെന്ന് തോന്നുന്നു ഫസ്റ്റ് കിട്ടിയത്. അപ്പോൾ പിന്നെ അതേപോലെ തന്നെ വേറെ അടിപൊളി സംഭവം എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് ഈ കൊല്ലം തുടങ്ങുമ്പോൾ 1000 ഫോളോവേഴ്സ് അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് മാറിയിട്ട് ഇപ്പോൾ 1000 മാറി 8K ആയിട്ട് 8000 സംതിങ് ആയി. പിന്നെ അതേപോലെ തന്നെ അത്യാവശ്യം നല്ല റീച്ചായി. റീൽസിനൊക്കെ 500,000 വ്യൂ ഒക്കെ ഉണ്ടായിരുന്നു. മാക്സിമം 1000 വ്യൂ ഉണ്ടായിരുന്നത് ഇപ്പോൾ 10,000 ലക്ഷങ്ങൾ അങ്ങനെയൊക്കെ ആയ രീതിയിൽ റീൽസിൻ്റെ വ്യൂസ് മാറിയിട്ടുണ്ട്. അപ്പോൾ അതും അതെ, ഡെയിലി പോസ്റ്റിംഗ് ആയിരുന്നു. ഫുള്ള് പല കണ്ടൻറ്റുകൾ ചെയ്ത് നോക്കി എന്നിട്ട് അപ്പോൾ അതിൽ ക്ലിക്കായ കണ്ടൻറ്റ് പിന്നെ കുറച്ചധികം പോസ്റ്റ് ചെയ്തു. അങ്ങനെ ഡെയിലി പോസ്റ്റ് ചെയ്ത് ഇൻസ്റ്റഗ്രാമിലും അത്യാവശ്യം നല്ല രീതിയിൽ ഗ്രോത്ത് വന്നു. ഒരു കൊല്ലമാണ് 2025 എന്ന് പറയുന്നത്. പിന്നെ അത് മാത്രമല്ല, ഇൻസ്റ്റഗ്രാം കൊളാബറേഷൻസ് കിട്ടിയ കൊല്ലം. പിന്നെ അതുപോലെ ഇൻസ്റ്റഗ്രാമിൽ കുറേ എന്താ പറയുക പ്രൊഡക്ട്സ് എനിക്ക് കിട്ടി. അങ്ങനെ കൊളാബായിട്ട് കുറേ പ്രൊഡക്ട്സ് കിട്ടി. നമ്മുടെ ടീഷർട്ടും ഷൂ, വാച്ച്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കുറേ കിട്ടി. അപ്പോൾ അങ്ങനത്തെയൊക്കെ അടിപൊളി കൊല്ലമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഞാൻ പുതിയ ഫോൺ എടുത്ത ഈ ഒരു വീഡിയോ ക്വാളിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഈ ഒരു ഫോൺ എടുത്തത്. അപ്പോൾ വീഡിയോ ക്വാളിറ്റി നല്ല രീതിയിൽ ഇപ്പോൾ ഇമ്പ്രൂവ് ആയി എനിക്ക് തോന്നി. എന്നോട് കുറേ പേര് കമൻറ്റിലും പറഞ്ഞിരുന്നു. അപ്പോൾ ഈ പുതിയ ഫോൺ എടുത്ത കൊല്ലമാണ് 2025. പിന്നെ ഞാൻ ജിമ്മിൽ ചേർന്ന കൊല്ലമാണ് 2025. ഇപ്പോൾ 6-7 മാസമായി തോന്നുന്നു. അപ്പോൾ അങ്ങനെ കുറേ അടിപൊളി സംഭവങ്ങൾ ഉണ്ടായിരുന്ന ഒരു അടിപൊളി വർഷമാണ് 2025 എന്ന് തോന്നുന്നു. അടിപൊളി മാത്രമല്ല, എന്നാലും ഇങ്ങനത്തെ കുറേ സംഭവങ്ങൾ ഉണ്ടായിരുന്നു, ഭയങ്കര സന്തോഷമുള്ള സംഭവങ്ങൾ. അപ്പോൾ എന്തായാലും അത്രയുണ്ടായാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ 2026 കുറച്ചും കൂടി അടിപൊളിയാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അടിപൊളിയാക്കാനുള്ള പരിപാടികൾ പ്ലാൻ ചെയ്യണം, അതിനുള്ള വർക്ക് ചെയ്യണം. അപ്പോൾ നിങ്ങളുടെയും 2026 അടിപൊളിയാവട്ടെ എന്ന് വിചാരിക്കുന്നു. പിന്നെ അതുപോലെ 2025 നിങ്ങൾ അച്ചീവ് ചെയ്ത സംഭവങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ, ഗുഡ് ബൈ.